ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സെയിൽസ് മാനേജറാണ്. നമ്മൾ പലർക്കും പല ഇൻഷുറൻസ് പോളിസികളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേരുടെ പല കമൻസുകളും നോക്കിയാൽ അറിയാം ഇൻഷുറൻസ് ക്ലെയിമുകൾ കിട്ടുന്നില്ല, തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളത്തെ ഏകദേശം ഒരു 15 വർഷത്തോളം ആൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് ചോദിക്കാം. ക്ലെയിം കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് സാറിന് പറയാനായിട്ടുള്ളത്? എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോ കണ്ടീഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഒന്ന്, പോളിസി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ റെഗുലറായിട്ട് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ, ഡയബറ്റിക് ഉണ്ടോ, ബി പി ഉണ്ടോ, എന്തെങ്കിലും സർജറി ആർക്കുണ്ടോ, ഇതെല്ലാം പോളിസി എടുക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ പോളിസിയിൽ കാണിച്ചിരിക്കും. എപ്പോഴും ക്ലെയിം കിട്ടുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മളുടെ കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ അതിലെന്താണോ വരുന്ന അതിൽ ഹിസ്റ്ററിയിലുണ്ടാവും നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ നേരത്തെ മരുന്ന് കഴിച്ചിട്ടുണ്ട്. അതൊന്നും പറയാതെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ക്ലെയിം കിട്ടാത്തൊരവസ്ഥയാണ് വരുന്നത്. പലരും ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അവർക്ക് നിലവിലുള്ള അസുഖങ്ങളൊന്നും വെളിപ്പെടുത്താതെയാണ് പോളിസി എടുക്കുന്നത്. ശരിക്കും നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ടായിരിക്കണം എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഒരു റിജക്ഷൻ വരാനുള്ള ഒരു കാരണം അതാണ്. മറ്റൊന്ന്, കൂടുതൽ നമ്മളെപ്പോഴും ബെനിഫിറ്റ്സിനേക്കാളും ഉപരി നമ്മൾക്ക് എന്തൊക്കെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് നോർമലി 2 ഇയർ വരുന്ന എക്സ്ക്ലൂഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഇൽനെസ്സുകൾ അത് 2 വർഷം കഴിഞ്ഞിട്ട് കവറേജ് കിട്ടും. അപ്പോൾ ഏതൊരു വ്യക്തി എടുത്താലും പോളിസിനെ കുറിച്ച് വ്യക്തമായിട്ട് ആദ്യം മനസ്സിലാക്കുക, അതിനുശേഷം പോളിസി എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ക്ലെയിം റിജക്ഷൻ എല്ലാം തന്നെ ഒഴിവാക്കാം. കമ്പനികളെല്ലാം തന്നെ നമ്മൾ പോളിസി എടുക്കുന്ന വ്യക്തി അത് കറക്റ്റായിട്ട് പറഞ്ഞില്ലാത്ത അവസ്ഥ കൊണ്ട് തന്നെയാണ് ക്ലെയിം നിരസിക്കുന്നത്. ഒത്തിരി ആൾ ക്ലെയിം വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ മാനദണ്ഡം ഇതാണ്. എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചോദിക്കുന്ന ചിലപ്പോൾ വിട്ടുപോകാം, ചിലപ്പോൾ അഡ്വൈസർ ചോദിക്കാതെ ആകാം. പക്ഷേ ശരിക്കും നമ്മൾ അങ്ങോട്ടെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രം പോളിസി എടുക്കുക. പിന്നെ യാതൊരു പ്രശ്നം ക്ലെയിമിൽ ഉണ്ടാകത്തില്ല. കറക്റ്റായിട്ട് അവർക്ക് ക്യാഷ്ലെസ് കിട്ടും. ഒത്തിരി ആളുകൾക്ക് ക്യാഷ്ലെസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കിട്ടാത്ത ആളുകൾക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ടാവുക. ഓൺലൈനിൽ പോളിസി എടുക്കുന്ന ആളുകൾ ലൈക്ക് പോളിസി ബസാർ, അതുപോലെ തന്നെ ഓൺലൈനിൽ ഒരുപാട് ബാങ്കുകൾ, അങ്ങനെ പലരും ഓൺലൈനിൽ വഴി നമുക്ക് പോളിസികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കുള്ള അസുഖങ്ങളൊന്നും അവർ വെളിപ്പെടുത്താതെയാണ് അവർക്ക് എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല. അപ്പൊ അതും ഒരു മിസ്റ്റേക്ക് ആയിട്ട് വരാം, ക്ലെയിം റിജക്ഷൻ ആവുന്നത് അല്ലേ? എങ്ങനെയാണ് അതിനെക്കുറിച്ച് എന്താണ്? നമ്മളെപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മളെപ്പോഴും ഒരു അഡ്വൈസർ ത്രൂ മാത്രമേ പോളിസി എടുക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് റീൽ ചെയ്യുന്നില്ല, അസുഖങ്ങളുണ്ടോ ഇല്ല. നമ്മൾ ആ പ്രീമിയം മാത്രമേ അതിൽ നോക്കുന്നുള്ളൂ, പ്രീമിയം ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോഴാണ് ഈ കാര്യങ്ങളിലൊക്കെ ആ വ്യക്തത വരുന്നതും ക്ലെയിം റിജക്ഷൻ വരുന്നത്. ഇപ്പോൾ അഡ്വൈസർ ത്രൂ എടുക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും നമ്മൊരു കോൺവെർസേഷൻ ഉണ്ടാകുന്നുണ്ട്. നാളെ ഒരു ക്ലെയിം വരുമ്പോൾ ആ വ്യക്തി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ഇതിലുള്ളത് കൊണ്ട് തന്നെ അഡ്വൈസർ ത്രൂ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റും. സർവീസ് കിട്ടുന്നത് അഡ്വൈസർ ത്രൂ തന്നെയായിരിക്കും. ക്ലിയർ ആയിട്ട് ക്ലെയിം റിജക്ഷൻ വരുന്നതിന്റെ കാരണങ്ങളിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാതെ പോളിസി എടുക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഓൺലൈനിൽ നിന്ന് എടുക്കുന്ന ആളുകളാണെങ്കിലും അവർ അത് എങ്ങനെയാണ് മെൻഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിലും അറിയാതെ പോളിസി എടുത്തിട്ട് ക്ലെയിം വരുമ്പോൾ റിജക്ഷൻ ആകുന്ന അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഒരു അഡ്വൈസറിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്ലാനിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്, എവിടെയൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ്, എത്ര നാളാണ് വെയിറ്റിംഗ് പീരീഡ്, അതിൻ്റെ ഡീറ്റെയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോളിസി എടുക്കുകയാണെങ്കിൽ റിജക്ഷൻസ് നമുക്ക് കുറക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയത്. അപ്പോൾ എന്തായാലും താങ്ക് യു സജീവ് സാർ, താങ്ക് യു സോ മച്ച്.